ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ലോസ് ഓഫ് മോഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ വി ഷാൽ ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മാസ് m ഈസ് പ്ലേസ്ഡ് ഓൺ എ സർഫസ് വിത്ത് എ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഗിവൺ ബൈ y = x³/6. ഇവിടെ പറയുന്നത് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷനിൽ നമ്മളൊരു ബ്ലോക്ക് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഓക്കെ, ശരി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചോദിക്കും, സാർ വെർട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് എങ്ങനെ മനസ്സിലായി? എന്തുകൊണ്ട് ഇങ്ങനെ സാർ വരച്ചില്ല? എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടോ? ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷനിൽ y = x³/6 ആണ്. ഇവിടെ എക്സിൻ്റെ പവർ 1 ആകുമ്പോഴാണ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആവുക. ഒന്നല്ലാതെ ഏത് നമ്പർ ആണെങ്കിലും ഇത് കർവായിരിക്കും. ക്ലിയർ? ഓക്കെ, ബാക്കി നോക്കാം. ഇഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.5, ഈ സർഫസിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അതായത് മ്യൂവിൻ്റെ വാല്യൂ 0.5 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ദ മാക്സിമം ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ടിൽ നിന്നുള്ള മാക്സിമം ഹൈറ്റ് ആണ് അറ്റ് വിച്ച് ബ്ലോക്ക് ക്യാൻ ബി പ്ലേസ്ഡ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അതായത് നമ്മൾ ഇവിടെ ബ്ലോക്ക് വെച്ചാൽ സ്ലിപ്പ് ചെയ്യോ? ഇല്ല സാർ. ഇവിടെ വെച്ചാൽ സ്ലിപ്പ് ചെയ്യോ? ഇല്ല സാർ, കുഴപ്പമില്ല. ഇവിടെ വെച്ചാൽ സ്ലിപ്പ് ചെയ്യോ? ഇല്ല സാർ, കുഴപ്പമില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ലിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ? അപ്പോൾ മാക്സിമം നമുക്ക് എത്ര ഹൈറ്റ് വരെ കൊണ്ടുവയ്ക്കാം? സ്ലിപ്പ് ചെയ്യാതെ മാക്സിമം എത്ര ഹൈറ്റ് വരെ കൊണ്ടുവയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ മാക്സിമം കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഹൈറ്റ് ഇതാണെന്ന് വിചാരിക്കും തൽക്കാലം. ഇതാണ് മാക്സിമം ഹൈറ്റ്. ഇവിടെയാണ് മാക്സിമം നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഹൈറ്റ്. അപ്പോൾ ഈ മാക്സിമം ഹൈറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ്, ഈ ഒരു ഭാഗത്തെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഭാഗത്തെ സ്ലോപ്പ് എങ്ങനെയാണ് എടുക്കുക? ടാൻ തീറ്റ എടുത്താൽ മതി. കണ്ടോ? സോ സ്ലോപ്പ് എന്ന് പറയുന്ന ടാൻ തീറ്റ മ്യൂവിനോട് ഈക്വൽ ആകുന്ന ഭാഗം അവിടെ ആയിരിക്കുന്നുണ്ടാവുക സ്ലിപ്പ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ടെൻഡൻസി ഉണ്ടാവുക. ഇവിടെയാണ് മാക്സിമം ടെൻഡൻസി ടു സ്ലിപ്പ്. പക്ഷെ സ്ലിപ്പ് ചെയ്യില്ല, മാക്സിമം ടെൻഡൻസി ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ ഹൈറ്റ് ആയിരിക്കും മാക്സിമം ഹൈറ്റ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് ആംഗിൾ ഓഫ് റീപോസിൻ്റെ കോൺസെപ്റ്റാണ്. ശരി സാർ, നമുക്കിനി ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ഈ കർവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, y = x³/6. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ശരി, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 3x² എന്ന് കിട്ടും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ? 3x² എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് സാർ സ്ലോപ്പ്. ഇതാണ് സ്ലോപ്പ്. സോ നമുക്ക് എന്ത് ചെയ്യാം സാർ? സ്ലോപ്പ് = 3x² മ്യൂ എന്ന് എഴുതാം. മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 0.5, അതായത് 1/2. സോ ഈ ഒരു കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക? 6 അങ്ങോട്ട് പോയി 6/2 3. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുക സാർ? എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. അതായത് ഇവിടെയാണ് ബ്ലോക്ക് ഇരിക്കുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എത്ര? 1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ. അതല്ലേടാ നമ്മുടെ മാക്സിമം ഹൈറ്റ്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ ഇല്ലേ, y = x³/6. അതിൽ x = 1 എന്ന് ഇട്ട് കൊടുക്കടാ. സോ y = 1³/6, 1/6 എന്ന് കിട്ടും. സാർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ, ഇനി പറയാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഇതേ കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നോക്കാം. എ ബീഡ് ഓഫ് മാസ് m സ്റ്റേസ് അറ്റ് എ പോയിന്റ് തന്നിട്ടുണ്ട് ഓൺ എ വയർ ബെൻഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ പാരബോള. അപ്പോൾ ഒരു വയറിനെ നമ്മളൊരു പാരബോളയുടെ ഷേപ്പ് ആക്കിയിട്ട് ഇതിലെന്തിരിക്കുന്നുണ്ടടാ? ഒരു ബീഡ് ഇരിക്കുന്നുണ്ട് അല്ലേ? ഒരു ബീഡ്, ഒരു മുത്തിരിക്കുന്നുണ്ട് അല്ല? മുത്തുമണി കൊഞ്ചൽ പോലെ, അതിലെ മുത്താണോ അറിയില്ല, എന്തായാലും ഒരു മുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ശരി സാർ. ഇവിടെ മുത്ത് ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ താഴത്തേക്ക് ഒഴുകി വരില്ലേ? തീർച്ചയായിട്ടും ഒഴുകി വരും. ഓക്കെ, ബാക്കി എന്താ പറഞ്ഞിരിക്കണേന്ന് നോക്കാം. പാരബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, y = 4cx². ഓക്കെ, ഇനി പറയുന്നത് ആൻഡ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ. ഓക്കെ, ദ വാല്യൂ ഓഫ് ഒമേഗ ഈസ് ഒമേഗ ആംഗുലാർ സ്പീഡിൽ ഇത് കറങ്ങുക എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വളയാണ്. ഇത് പൊട്ടിക്കാൻ മനസ്സ് വരുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ് ഇരിക്കുന്നത്, ഒരു ഹാഫായിട്ടുള്ളൊരു സാധനം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബീഡ് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒഴുകി വരും അല്ലേ? അത് ഇങ്ങോട്ടേക്ക് ഒഴുകി വരും. പക്ഷേ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കറക്കുകയാണെങ്കിലോ
ഇതിങ്ങനെ കറക്കുകയാണ്, ഇങ്ങനെ വെർട്ടിക്കൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബീഡ് എന്ത് ചെയ്യും, അവിടെ പറ്റി പിടിച്ചിരിക്കും. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീഴും. പക്ഷേ ഇതിങ്ങനെ കറങ്ങുകയാണെങ്കിലോ കണ്ടോ, നമ്മുടെ ഈ സാധനം ഇതിങ്ങനെ കറക്കുകയാണെങ്കിൽ ഇത് ചാടുകയാണല്ലോ ചെയ്യണത്. ഇങ്ങനെ കറങ്ങുകയാണെങ്കിലോ, ഇങ്ങനെയല്ലടാ, ഇത് മനസ്സിലായില്ല എനിക്കിതാ, ഇങ്ങനെ കറങ്ങുകയാണെങ്കിലോ, ഏതാ കറക്കല്ലേ, ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ആ ബീഡ് എന്ത് ചെയ്യും, അവിടെ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ നമ്മളൊരു പ്രത്യേക ആംഗുലാർ വെലോസിറ്റിയിൽ കറക്കണം. ആ ആംഗുലാർ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു കോൺസെപ്റ്റ് ഉണ്ടടാ, പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നേരെ നമ്മൾ ഫ്രിക്ഷൻ്റെ ആംഗിൾ ഓഫ് റീപോസിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു സാധനം പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിക്കാം. ഇവിടെ ഒരു ബോഡി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലുള്ള ഫോഴ്സ് ഞാൻ വരയ്ക്കട്ടെ. താഴത്തേക്ക് mg ഉണ്ട്. കണ്ടീഷൻ ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം, ഞാൻ ഇപ്പോൾ ഡിറൈവ് ചെയ്ത് കാണിച്ചുതരാം. താഴത്തേക്ക് mg ആക്ട് ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കറങ്ങുകയാണല്ലോ, അപ്പോൾ ഇതൊരു സർക്കുലാർ മോഷൻ്റെ ഫ്രെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി സർക്കുലാർ മോഷൻ്റെ ഫ്രെയിമിൽ ഇരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് എന്ത് ആക്ട് ചെയ്യും, ഔട്ട്വേർഡ് സർക്കിൾ എന്ത് ആക്ട് ചെയ്യും, സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് ആയിട്ടുള്ള m⍵² r ആക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഇപ്പോൾ സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയുള്ളത്, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഇനി നോക്കടാ, ശ്രദ്ധിക്കുക, ഈ ആംഗിള് തീറ്റ ആണെങ്കിൽ ഇത് നോർമൽ, ഇതെന്തായിരിക്കും, ഇത് n cos തീറ്റ ആയിരിക്കും, ദെൻ കോസ് തീറ്റ. ഈ കമ്പോണൻ്റ് എന്തായിരിക്കും, ഇത് n സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോഴ്സുകളാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കും. സേഫ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ, സേഫ് ആയിട്ടിരിക്കാനായിട്ടുള്ള കണ്ടീഷൻ എന്താ, ഒരു വസ്തു അനങ്ങാതിരിക്കാനായിട്ടുള്ള കണ്ടീഷൻ എന്താ, അതിൻ്റെ മേലുള്ള നെറ്റ് ഫോഴ്സ് 0 ആവണം. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫോഴ്സുകൾ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് നമ്മുടെ n സൈൻ തീറ്റ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്, n സൈൻ തീറ്റ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. അതിന് ആര് ബാലൻസ് ചെയ്യണം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് m⍵² r ബാലൻസ് ചെയ്യണം. ഇനി n കോസ് തീറ്റ മുകളിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്, അതിന് ആര് ബാലൻസ് ചെയ്യണടാ, താഴത്തേക്കുള്ള mg ബാലൻസ് ചെയ്യണം. ഇതാണ് സേഫ് കണ്ടീഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ n വെട്ടിപ്പോയി, വെട്ടിപ്പോയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, സാർ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ω² r/g. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മച്ചാനെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ആംഗിൾ ഓഫ് റീപോസിൽ സേഫ് ഒരു കണ്ടീഷൻ പറഞ്ഞല്ലോ, സേഫ്റ്റി കണ്ടീഷൻ. അതുപോലെ അതല്ല, ഇത് വേറെ കോൺസെപ്റ്റാണ്. അതുപോലെ ഇവിടെ ഒരു സേഫ്റ്റിയുടെ കണ്ടീഷൻ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ള സേഫ്റ്റിയുടെ കണ്ടീഷൻ ഇതാണ്. ഇത് പഠിച്ചു വയ്ക്കുക, ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിലാണ് സേഫ് ആയിട്ടിരിക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും പറ്റും. ഇതല്ല ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, dy/dx ചെയ്യൂ. എന്താ കിട്ടുക, 8cx എന്ന് കിട്ടും അല്ലേ, 8cx എന്ന് കിട്ടും. യെസ് ഓർ നോ? ശരി. ഇനി നമുക്കിതാ ഈ പോയിന്റിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂ, ഈ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ് സാർ? a ആണല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 8ca എന്ന് എഴുതാനായിട്ട് വരും. ശരിയല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനായിട്ട് പറ്റും. ഈ ഒരു സർക്കുലാർ പാത്തിലാണ് ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്താ, ഇതിൻ്റെ റേഡിയസ് അതും എന്തായിട്ട് എടുക്കാം, a ആയിട്ട് എടുക്കാം. ഇവിടെ ഞാൻ r എന്ന് എഴുതിയത് ആക്ച്വലി എന്താ, a ആണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു കേസിൽ എന്താ, ω². ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ആണ് ബൈ g. നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടികൾ കഴിഞ്ഞു. നമുക്ക് എന്ത് എഴുതാടാ, 8ca ഈസ് ഈക്വൽ ടു ω² a/g. a ക്യാൻസൽ. കണ്ടുപിടിക്കേണ്ട എന്താ സാർ, ω² ഈക്വൽ ടു 8cg. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ, ഇതിൻ്റെ റൂട്ട് എടുത്ത് എന്താ കിട്ടുക, 8ന് 4 × 2 എന്ന് എഴുതാം. എന്നിട്ട് 4നെ റൂട്ടിൻ്റെ പുറത്തെടുത്തപ്പോൾ 2, അകത്ത് ആരുണ്ട്, 2√2 എന്തൊക്കെ ഉണ്ടല്ലേ, ഇതാണോ കിട്ടുക? യെസ് സാർ. ഇന്നൊരു ഓപ്ഷൻ ഉണ്ടോ സാർ, 2gc. യെസ് സാർ, ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. നൗ വി ഷാൽ ഗോ ഫോർ ദ ഇതേ ലെവൽ ചോദ്യം വീണ്ടും ചോദിച്ചു ജയിക്ക്, 2-3 തവണ ചോദിച്ചു. ഒരു ക്വസ്റ്റ്യനും കൂടെ വെറൈറ്റി, യെസ് ഇതിൻ്റെ വെറൈറ്റി, ഇപ്പോൾ ചെയ്തതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ശ്രദ്ധിക്കാം. എ സ്മൂത്ത് വയർ ഓഫ് ലെങ്ത് 2πr, വീണ്ടും ഒരു വയർ എടുത്തിട്ട് എന്തോ ചെയ്യാണ്, ഈസ് ബെൻഡ് ഇൻ ടു എ സർക്കിൾ ആൻഡ് കെപ്റ്റ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. കണ്ടോ, ഒരു വയർ എടുത്ത് ഇതുപോലെ സർക്കിൾ ഉണ്ടാക്കി എന്ത് ചെയ്തു, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള പ്ലെയിനിൽ വെച്ചു. കണ്ടോ, ക്ലിയർ? നേരത്തെ അതേ പരിപാടി, നേരത്തെ പകുതി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിളാണ്, ആ വ്യത്യാസമുള്ളൂ. കണ്ടോ,
ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ബാക്കി നോക്കാം. എ ബീഡ് ക്യാൻ സ്ലൈഡ് സ്മൂത്ത്ലി ഓൺ ദ വയർ. നമ്മൾ ഇതിലൊരു മുത്ത് വെച്ചാൽ എന്ത് ചെയ്യും? ഇതിലിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും അല്ലേ? ശരി. ഇനി പറയുന്ന കാര്യം നോക്കുക. വെൻ ദ സർക്കിൾ ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിലിങ്ങനെ ഒരു ബീഡ് വെച്ചിട്ട് അതിനൊരു ഒമേഗ നേരത്തെ കറക്കി കാണിച്ചൊന്നുമില്ല. യെസ്, ഒരു ആംഗുലാർ സ്പീഡ് ഒമേഗയിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആ ബീഡ് എന്ത് ചെയ്യും? ഇതിൽ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, ശരി. എബൌട്ട് ദ വെർട്ടിക്കൽ ഡയാമീറ്റർ എ ബി ഇങ്ങനെ കറക്കുകയാണ് കേട്ടോ. ദ സർക്കുലർ റിംഗ് അറ്റ് പൊസിഷൻ പി ആർ ഷോൺ ദെൻ വാല്യൂ ഓഫ് ഒമേഗ സ്ക്വയർ. വീണ്ടും ഇതിലൊരു ബീഡ് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കണ്ടോ. ബീഡ് പി എന്ന് പറയുന്ന പോയിന്റിൽ ബീഡ് ഇരിക്കുകയാണ്. ഇതിൻ്റെ റേഡിയസ് 6 ആണ്. ഓക്കെ, ഇത് കറങ്ങുന്ന ഈ ഭാഗത്തിൻ്റെ റേഡിയസ് 6/2 ആണ്. അപ്പോൾ ബീഡ് സേഫ് ആയിട്ട് ഇരിക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓൾറെഡി നമ്മൾ സേഫ്റ്റിയുടെ കണ്ടീഷൻ പറഞ്ഞു. തൊട്ട് മുന്നത്തെ അതേ കാര്യം തന്നെ. സേഫ്റ്റിയുടെ കണ്ടീഷൻ എന്താ? ടാൻ തീറ്റ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ R/G അല്ലേ? സേഫ്റ്റിയുടെ കണ്ടീഷൻ ടാൻ തീറ്റ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ R/G. ഇവിടെ ഇത് കറങ്ങുന്ന പാത്തിൻ്റെ റേഡിയസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇത് ഈ ബോഡി ഇല്ലടാ, നമ്മുടെ ബീഡ് ഇരുന്ന് കറങ്ങുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒമേഗ സ്ക്വയർ R/2 അല്ലേ? ഒമേഗ സ്ക്വയർ R/2 ദെൻ താഴെ എന്തുണ്ട്? G ഉണ്ട്. ഇങ്ങനെയല്ല കിട്ടുക? യെസ്, ക്ലിയർ. ഇനി ഇവിടെ നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചാൽ നമുക്ക് എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ഒമേഗ സ്ക്വയർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിൾ, നല്ലൊരു ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളാണ് നമ്മുടെ തീറ്റ. ഓക്കെ, ഇവിടെ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കാം കേട്ടോ. എടാ, നമ്മളിവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതിങ്ങോട്ട് നോക്കി, സംശയം വേണ്ട. ഇവിടെ നമുക്ക് ഈ ആംഗിൾ നമ്മൾ തീറ്റയായിട്ട് എടുത്തു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും കേട്ടോ. നേരത്തെ സാറ് ഇവിടെ എടുത്തു, ഇപ്പോൾ ഇവിടെയാണ് തീറ്റ പറയുന്നത്. അങ്ങനെ പറയരുത്. നമ്മൾ ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കണ്ടീഷൻ എടുത്തു. പക്ഷേ ഈ ആംഗിളും ഇവിടുത്തെ ആംഗിളും സെയിം ആണ് സാർ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എടുത്താൽ മതി തീറ്റ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ടാൻ തീറ്റ എടുക്കാം നമുക്ക്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ? R/2 അല്ലേ? ഇത് R/2 ആണ്. അഡ്ജസൻറ്റ് സൈഡ് അറിയില്ല സാർ. നമുക്ക് ആ ട്രയാങ്കിളിൽ ഇങ്ങോട്ടൊന്ന് വരച്ചിട്ടേ ആ ഒരു സൈഡ് ഒന്ന് കണ്ടുപിടിച്ചാലോ? ഇത് റേഡിയസ് ആണ്. റേഡിയസ് 6 ആണ്. ഇത് R/2 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും സാർ? ഇത് റൂട്ട് ഓവർ R² മൈനസ് R/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ R²/4. ഇതെന്താ കിട്ടുക? ഇത് √3 R²/4 എന്ന് കിട്ടും. അതായത് R/2 √3. സോർണോ? ഇതെന്തായിരിക്കും? R/2 √3 ആയിരിക്കും ഈ സൈഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ R/2 ഡിവൈഡഡ് ബൈ R/2 ഇൻറ്റു √3. ഓക്കെ, സോ ഇത് നമ്മളിങ്ങനെ ചെയ്യില്ലടാ. 2/6 √3 എന്നൊക്കെ ചെയ്യില്ല. മറച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ എഴുതിയ പോരെ? R ക്യാൻസൽ, ഇതൊക്കെ ക്യാൻസൽ. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ എന്താടാ? 1/√3. സോ ടാൻ തീറ്റയ്ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം സാർ? 1/√3 ഈക്വൽ ടു ഒമേഗ സ്ക്വയർ R/G²R. ശരിയല്ലേ? ശരിയാണോ? ഇതിൽ നിന്ന് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് ഇംപ്ലൈസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും വരുത്തിയോ? ഇല്ല, നോക്കട്ടെ. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G² മുകളിലേക്ക് വന്നു, G² മുകളിലേക്ക് വന്നു, R താഴത്തേക്ക് വന്നു അല്ലേ? പിന്നെ √3. ഇവിടെ എന്തുണ്ട്? ഒരു √3 ഉണ്ട്. ഓക്കെ, G²/R√3. ഓക്കെ, എടാ നിങ്ങൾ ഒന്ന് നോക്കുക. ഇതിൻ്റെ കാൽക്കുലേഷൻ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? വെറുതെ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണോ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാൽക്കുലേഷൻ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? 2G/R√3. 2G/R√3 ആണ് നമുക്ക് കിട്ടേണ്ടത്. എവിടെയെങ്കിലും 2 കൂടുതലായിട്ട് ഈ ഒരു 2 ഇല്ലേ? 2G/R√3. ശരിയാണ്. ഈ ഒരു 2 ഇട്ടിട്ടില്ലടാ. ഈ ഒരു 2 ഇല്ലേ? ഈ ഒരു 2. യെസ്, അതിവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ 2G/R√3 ഒമേഗയുടെ വാല്യൂ ആണ് ചേട്ടാ ചോദിച്ചിരിക്കുന്നത്. ഒമേഗയുടെ വാല്യൂ
2g/r√3 അല്ല ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, സോറി. 2g/r√3. ഓക്കെ, 2g/r√3. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ.